സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം. മീനാക്ഷിപ്പുഴയിൽ നിന്നും ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7 70 ഗജരാജാക്കന്മാർ അണിനിരക്കും. വിശ്വപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ജൂലൈ 17. തൃശൂർ നഗരത്തിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ്സും സ്കൂൾ വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടി തുരങ്കപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തം. കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷിപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ഉയർന്നു. കാലാവസ്ഥ അനുകൂലമായതും പുഴയിലെ വെള്ളം തെളിഞ്ഞതും തിരച്ചിൽ സംഘത്തിന് വലിയ സഹായമായിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. പശ്ചിമബംഗാൾ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശി 24-കാരൻ രാകേഷ് ഗുച്ചത്തിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. തുരങ്കപാത നിർമ്മാണ കമ്പനിയുടെ സർവേയറായിരുന്നു. കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണയെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 3 പേരുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച കണ്ടെത്തിയത്. സർവേയറായ ഉത്തർപ്രദേശ് സ്വദേശി അസ്ഹറുദ്ദീൻ അൻസാരി, എഞ്ചിനീയറായ ഹിമാചൽ സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. മീനാക്ഷി പാലത്തിന്റെ ഇടതുവശത്ത് നിന്നാണ് ഇമ്രാന്റെ മൃതദേഹം ലഭിച്ചത്. മീനാക്ഷിപ്പുഴയിൽ ബസ് വീണതിന് സമീപത്ത് നിന്നാണ് എഞ്ചിനീയർ രാഹുൽ ശർമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയത്. ഒരാളെ കൂടി കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ തുരങ്കപാതയിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സേനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ജനസാഗരത്തെ സാക്ഷിയാക്കി 70 ഗജരാജാക്കന്മാർ ഒരുങ്ങിയെത്തും. ആനയൂട്ടിനൊരുങ്ങി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ജൂലൈ 17 നടക്കും. ജനസാഗരത്തെ സാക്ഷിയാക്കി 70 ഗജരാജാക്കന്മാർ ഒരുങ്ങിയെത്തും. ആനയൂട്ടിനൊരുങ്ങി വടക്കുംനാഥ ക്ഷേത്രം. വിശ്വപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ജൂലൈ 17 നടക്കും. ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, എറണാകുളം ശിവകുമാർ, പാമ്പാടി സുന്ദരൻ, പാറമേക്കാവ് കാശിനാഥൻ, ചങ്ങരംകുളങ്ങര ഉദയൻ, കുട്ടംകുളങ്ങര അർജുനൻ, മച്ചാട് ധർമ്മൻ തുടങ്ങി കേരളത്തിലെ പേരുകേട്ട കരിവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കും. സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1008 നാളികേരങ്ങൾ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടക്കുക. ഭക്തജനങ്ങൾക്ക് നാളികേര സമർപ്പണത്തിനായി ക്ഷേത്ര പരിസരത്ത് പ്രത്യേക സമർപ്പണവേദിയും ഒരുക്കിയിട്ടുണ്ട്. ഗണപതി ഭഗവാന് അഭിമുഖമായി സിംഹോദര പ്രതിഷ്ഠയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കുന്ന ഹോമകുണ്ടത്തിൽ പുലരും മുമ്പേ നടക്കുന്ന ഹോമവും ക്ഷേത്രത്തിന്റെ തിരുമുറ്റം നിറഞ്ഞു നിൽക്കുന്ന ആനയൂട്ടും അത്യപൂർവ കാഴ്ചയാണ്. ഉത്സവ സമാനമായ ചടങ്ങുകൾ കാണാനും ദൃശ്യങ്ങൾ പകർത്താനുമായി ആയിരങ്ങളാണ് വടക്കുംനാഥനിലേക്ക് ഒഴുകിയെത്തുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ കണ്ണികളാകുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 17-ാം തീയതിയാണ്. ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭക്തന്മാരും ഭക്തജനങ്ങളൊക്കെ നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ സഹായങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ നാളികേരം, നമ്മുടെ ഈ 1008 നാളികേരം കൊണ്ടാണ് ഇവിടെ ഗണപതി ഹോമം നടക്കുന്നത്. ആ ഗണപതി ഹോമം നടക്കുന്നതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് തന്നാലായത് എന്ന നിലയ്ക്ക് ഇവിടെ നാളികേരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നാളികേരമാണ് നമ്മൾ ബാക്കിൽ ഇപ്പോൾ കൂട്ടിയിട്ടുള്ളത്. തൃശൂർ നഗരത്തിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. ഒഡീഷ സ്വദേശികളായ നിരാഗർ നാഗ്, ശാന്താഗുലി എന്നിവരെയാണ് വഞ്ചിക്കുളം ഭാഗത്തു നിന്നും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഒഡീഷ സ്വദേശികളായ നിരാഗർ നാഗ്, ശാന്തഗുലി എന്നിവരെയാണ് വഞ്ചിക്കുളം ഭാഗത്തു നിന്നും തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. തൃശൂരിൽ വിൽപ്പനയ്ക്കായാണ് യുവാക്കൾ കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ്സും സ്കൂൾ വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചേലക്കര LF സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്.
ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസ്സും സ്കൂൾ വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ചേലക്കര LF സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപമാണ് രാവിലെയോടെ അപകടം നടന്നത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന് പുറകിൽ സമാന ദിശയിൽ നിന്ന് വന്ന സ്കൂൾ വാനും ഓട്ടോറിക്ഷയും നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ മുഴുവൻ കുട്ടികളെയും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം. മൊറോക്കോയെ തകർത്ത് തരിപ്പണമാക്കി കിലിയൻ എംബാപ്പയും സംഘവും സെമി ഫൈനലിലേക്ക്. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതാണ് ചാമ്പ്യന്മാരുടെ കളി. ഖത്തറിലെ കണക്കു തീർക്കാൻ വന്ന ആഫ്രിക്കൻ സിംഹങ്ങളെ ഇതാ ബോസ്റ്റണിലെ പുൽമൈതാനിയിൽ ഫ്രഞ്ച് പട വെട്ടിനിരത്തിയിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ തകർത്ത് തരിപ്പണമാക്കി കിലിയൻ എംബാപ്പയും സംഘവും ഇതാ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. അവിശ്വസനീയം, അതിഗംഭീരം. കളിയുടെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി കിക്ക് ഗോളാക്കാൻ കഴിയാതെ എംബാപ്പെ പതറിയപ്പോൾ മൊറോക്കോ കരുതി തങ്ങൾ രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അവർ മറന്നുപോയി മുന്നിൽ നിൽക്കുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരനാണെന്ന്. ആദ്യ പകുതിയിലെ പിഴവിന് 2ാം പകുതിയിലെ 60ാം മിനിറ്റിൽ എംബാപ്പെ മറുപടി നൽകി. മൊറോക്കൻ പ്രതിരോധത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ കാൽപാദങ്ങളിൽ നിന്നുതിർന്ന വെടിയുണ്ട പോലത്തെ ഷോട്ട് ഇതാ ഫ്രാൻസിന് ആദ്യ ഗോൾ സമ്മാനിക്കുന്നു. എന്തൊരു ഫിനിഷിംഗ്! മനോഹരം, ഒടുക്കത്തെ കൃത്യത. ആ ആവേശം കെട്ടടങ്ങും മുൻപേ ഇതാ വരുന്നു അടുത്ത വെടിപൊട്ടൽ. കേവലം 6 മിനിറ്റുകൾക്കപ്പുറം കളിയുടെ 66ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന ഉസ്മാൻ ഡെംബെലയുടെ ഒരു 1ാം തരം വോളി. മൊറോക്കോയുടെ നെഞ്ചി പിളർത്തിക്കൊണ്ട പന്ത് വീണ്ടും വലയിൽ. ഒടുവിൽ ഫ്രാൻസ് 2-0 മുന്നിൽ. മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോനു തകർപ്പൻ സേവുകളുമായി കരിമ്പാറ പോലെ ഉറച്ചു നിന്നെങ്കിലും ഫ്രഞ്ച് പടയുടെ ഈ ഇരട്ട പ്രഹരത്തിന് മുന്നിൽ ആഫ്രിക്കൻ പ്രതിരോധം അടിയറവ് പറയുകയായിരുന്നു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 3 തവണ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഫ്രഞ്ച് ടീമെന്ന സുവർണ ചരിത്ര നേട്ടം ഇതാ ഡിദിയർ ഡെഷാംപിന്റെ പട സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ ഈ വൻ വിജയത്തിനിടയിലും ഫ്രഞ്ച് ക്യാമ്പിൽ നിന്നും ആരാധകരുടെ നെഞ്ചിലേക്കും ഇതാ ഒരു ആശങ്കയുടെ കനൽ വീഴുകയാണ്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു. ആ പരിക്കിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ആരാധകർ നെഞ്ചിടിപ്പോടെയാണ് കാത്തിരിക്കുന്നത്. ആഫ്രിക്കൻ കരുത്തിനെ തകർത്ത് തരിപ്പണമാക്കി ഫ്രാൻസ് സെമിയിലേക്ക് കുതിക്കുമ്പോൾ എംബാപ്പയുടെ പരിക്ക് കളി മാറ്റുമോ? കാത്തിരുന്നു കാണാം. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.